മിക്സിയിൽ ഒന്ന് കറക്കിയെടുത്ത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന പഴം ഉപയോഗിച്ചിട്ടുള്ള നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം വലുപ്പത്തിലുള്ള നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഏത് ടൈപ്പിലുള്ള പഴം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. റൗണ്ട് ഷേപ്പിൽ ഒരല്പം തിക്കായിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിനായിട്ട് നല്ല പഴുത്ത പഴം വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇവിടെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് അരക്കപ്പ് അളവ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഈ ഒരു പഞ്ചസാര കാരമലൈസ് ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അനക്കാതെ വെക്കുക. ഇതുപോലെ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് അലിഞ്ഞു വരുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ അത് കുറച്ച് സമയം കഴിയുമ്പോൾ നന്നായിട്ട് അലിഞ്ഞു ചേർന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന ആ ഒരു സമയം വരെയാണ് കാരമലൈസ് ചെയ്യേണ്ടത്. കാരമലൈസ് ചെയ്യുമ്പോൾ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഞാനിവിടെ കാരമലൈസ് ചെയ്തിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴം ഇതുപോലെ ഒന്ന് നിരത്തി വെക്കാം. എല്ലാ ഭാഗത്തും ഇങ്ങനെ എത്തുന്ന രീതിക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഉള്ളത്. ഇനി നമ്മൾക്ക് ഇതിനായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മിക്സറിൻ്റെ വലിയ ജാറിലേക്ക് 1 കപ്പ് അളവ് പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പാല് ചൂടായിട്ടുള്ള പാലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. മധുരത്തിന് പാകത്തിന് അരക്കപ്പ് അളവ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ അരക്കപ്പ് അളവ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ബട്ടറോ ഗീയോ ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ വിനെഗറും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. മൈദ 1 കപ്പാണ് ഞാനിവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും 3/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി പോകുന്നത് വാനില എസൻസ് ആണ്. ഞാനിവിടെ 1/2 ടീസ്പൂൺ അളവിൽ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. കസ്റ്റർഡ് പൗഡറും ഞാനിവിടെ വാനില ഫ്ലേവറിലുള്ളതാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കസ്റ്റർഡ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് വരാം. എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു പേസ്റ്റ് രൂപത്തിലാകുന്ന ആ ഒരു സമയം വരെയാണ് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിരിക്കുന്നത്. വിനെഗർ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രീതിക്കാണ് നമ്മളുടെ കൂട്ടുണ്ടാകുക. കൂട്ട് ഇതുപോലെ തയ്യാറായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്നതിൻ്റെ മുകളിലേക്ക് ഇത് മുഴുവനായിട്ടും തന്നെ ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ച് ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് അതിലെ ബബിൾസ് മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് അടച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഹോളുള്ള മൂടിയാണെങ്കിൽ അത് ഒന്ന് അടക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇതുപോലെ ഒരു ഗ്രാമ്പോ അല്ലാന്നുണ്ടെങ്കിൽ പേപ്പറോ ഉപയോഗിച്ചിട്ട് ഒന്ന് നന്നായിട്ട് അടച്ചു വയ്ക്കുക. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 30 മിനിറ്റ് നേരത്തേക്കാണ് കുക്ക് ചെയ്യേണ്ടത്. ഏറ്റവും ലോയിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെ ലോ ഫ്ലെയിമിൽ ഞാനിവിടെ 30 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒരു ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ പാകത്തിന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂട് ഒരുപാട് ആറാൻ വേണ്ടി വെക്കേണ്ട. മീഡിയം ചൂടുണ്ടാകുമ്പോൾ തന്നെ ഇത് ഡീമോൾഡ് ചെയ്തെടുക്കണം. ഞാനിവിടെ ചൂട് നല്ലപോലെ ആറി വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇതുപോലെ പൊട്ടിയൊക്കെ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ ചെറു ചൂടിൽ തന്നെ ഡീമോൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.